ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലച്ചുട്ടിയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ രേണു സുധി അല്ലേ. കേരളത്തിൽ എന്ത് എന്ന് പോലും സംശയമാണ്. കേരളത്തിൽ ഇത്രത്തോളം ആർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ രേണുവിനെ കേട്ടിട്ടുള്ള ഒരുപാട് വാക്കുകളാണ്. രേണു വഴിപിഴച്ചവളായി, അവിഹിത ബന്ധമുണ്ട്, ഗർഭം അലസിപ്പിച്ചു, സ്ത്രീയെക്കുറിച്ച് പറയാൻ പറ്റുന്നതിൽ അപ്പുറവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് രേണു സുധിയെക്കുറിച്ച്. ശരിയല്ലേ? പക്ഷേ രേണു എന്ന വ്യക്തി കുറച്ച് മെൻ്റലി പ്രോബ്ലം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആരെന്ത് പറഞ്ഞാലും ആദ്യമൊക്കെ അത് രേണു സുധി വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്നോ അങ്ങനെ എന്തോ ഒരു ഇതിൽ എല്ലാ കാര്യവും അങ്ങോട്ട് വിളിച്ചു പറയും. അത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് പോലും ചിന്തിച്ചിട്ടില്ല. പലതരം ഉള്ളവളാണ് എന്ന് പല പ്രാവശ്യം അവൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ചെറിയൊരു കാര്യം കേൾക്കുമ്പോൾ പോലും നമ്മൾ മാനസികമായിട്ട് തളരും അല്ലേ. ഞാനൊക്കെ പെട്ടെന്ന് തളരുന്ന വ്യക്തിയാണ്. അതുപോലെയല്ല നമ്മുടെ രേണു സുധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കിട്ടും. എന്നിട്ട് പോലും രേണു അതിനൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. നമ്മളൊക്കെ എന്നോ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ രേണു സുധി ഒരു ചെരിയാലെ കേട്ട് മറു ചെരിയാലെ അതെല്ലാം അടർത്തിയിട്ടു. നമ്മളെ ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും എല്ലാവരും രേണു സുധി തന്നെയായിരുന്നു കണ്ടൻറ്റ്. ശരിയല്ലേ? ഒരു കാലത്ത് ബിഗ് ബോസിൽ പോയ സമയത്ത് രേണുവിന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കിട്ടിയൊരു സമയമായിരുന്നു. നെഗറ്റീവ് പറഞ്ഞ ആളുകൾ വരെ തിരുത്തിയൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും രേണുവിന് പഴയ പോലെ തന്നെ നെഗറ്റീവ് കമൻറ്റുകൾ വരാൻ തുടങ്ങി. പക്ഷേ ഇതൊന്നും രേണുവിൻ്റെ ഏഴയലത്ത് പോലും എത്തുന്നില്ല. പക്ഷേ ഇത്രയും സൈബർ അറ്റാക്കൊക്കെ നേരിട്ടുണ്ട്. രേണു സുധി മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ജീവിക്കണം എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ട് മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ തെറ്റുകൾ ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ തെറ്റ് നമ്മൾ മറച്ചു വെച്ചിട്ടാണ് മറ്റുള്ളവരെ പറയുന്നത്. ഏതൊരിതിൽ പോയിട്ടുണ്ടെങ്കിലും അവരൊരു വിധവയാണ് എന്ന് അവർ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ആ വിധവ എന്ന ഇത് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എന്നെപ്പോലല്ല രേണുവിടെ മനസ്സ്. വിധവയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭർത്താവിനെ സ്നേഹിച്ച് കരഞ്ഞു പിടിച്ചിരുന്നു കൊണ്ട് നമുക്കാരും ഭക്ഷണം കൊണ്ട് തരില്ല എന്നാണ് അവരൊരു കാലത്ത് പറഞ്ഞിരുന്നത്. ശരിയാണ്. രേണുവിനെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു പോസ്റ്റിൽ ഒരു വിധവ തന്നെ പറയുന്നുണ്ട്. 2 ആൺകുഞ്ഞുങ്ങളാണ്. അവരെ പോറ്റി വലുതാക്കാൻ വേണ്ടി ഞാനും ജോലിക്ക് പോയിട്ടുണ്ട്. പക്ഷേ അഭിനയം ഒന്നും അറിയാത്ത കൊണ്ട് ഞാൻ ആ ഫീൽഡിലേക്ക് പോയില്ല. പക്ഷേ എന്നിട്ട് പോലും എനിക്ക് മോശമായ വാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, ഭർത്താവ് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീയെ പല രീതിക്ക് ചൂഷണം ചെയ്യുന്ന ആണുങ്ങളുണ്ട്. ആണുങ്ങൾ മാത്രമല്ല കേട്ടോ, പെണ്ണുങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കണക്കാണ്. രേണുവിൻ്റെ നാട്ടിലും നാട്ടുകാർക്കിടയിലും പറഞ്ഞു കേട്ട എല്ലാ മോശ അഭിപ്രായങ്ങളും കിംവദന്തികളും അപവാദങ്ങളും ഒന്നും വിട്ടുകളയാതെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അതെല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ നിരത്തിയ വ്യക്തികളുമുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. അത് കണ്ട് അത് അവരിൽ നിന്നെടുത്ത് മറ്റൊരാളിലേക്ക് കൊണ്ടേ എത്തിക്കുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, രേണു സുധിനെ എന്ത് കളി കളിച്ചാലും രേണു സുധി പുറകോട്ടില്ല. ഇപ്പോഴാ രേണു സുധിക്ക് നോട്ടീസ് വന്നിട്ടുണ്ട്, ബിഷപ്പ് അയച്ചത്. പക്ഷേ രേണു സുധി ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു പോസ്റ്റിൽ രേണു സുധി പറയുന്നുണ്ട്, ബിഷപ്പ് ഇവക്ക് അയച്ച നോട്ടീസ് കൈപ്പറ്റുന്നത് 22-ാം തീയതിയൊക്കെയാണ്. പക്ഷേ അതിനു മുമ്പേ എല്ലാ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇവക്ക് നോട്ടീസ് വന്നത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് രേണു സുധി പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇത്രയും ഭദ്രമായിട്ട് അയച്ചിട്ടുള്ള ഈ ഒരു സംഭവം എങ്ങനെ ലീക്കായി എന്നാണ് അവൾ ചോദിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ കാര്യം നോക്കുക. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കുറവും കണ്ടെത്തിയിട്ട് അവരെന്തായാലും നമ്മൾ സഹായിക്കില്ല. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ,
ഉടുത്തഴിച്ചിട്ടിട്ടോ ഉടുത്തഴിക്കാതെയോ ആരെങ്കിലും കൂടെ കിടന്നിട്ട് എങ്ങനെ വേണമെങ്കിലും പൈസ ഉണ്ടാക്കിക്കോട്ടെ, നമ്മൾ എന്തിനാണ് അതിൻ്റെ പുറകെ പോകുന്നത്? പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഞാൻ ആദ്യം മുതൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ രേണു തെറ്റ് ചെയ്യുമ്പോൾ രേണുവിനെ കുറ്റവും പറഞ്ഞിട്ടുണ്ട്. നല്ലതിന് നമ്മൾ നല്ലത് തന്നെ പറയണം. പക്ഷെ അതല്ല, ഇത് കമൻറ്റ് ചെയ്യാനായിട്ട് പല ആളുകളും വരുന്നുണ്ട്. പല പോസ്റ്റിലും ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരാം. രേണു ചെയ്യുന്നതൊക്കെ പല കാര്യങ്ങളും തെറ്റായിട്ട് തന്നെയാണ്. പക്ഷെ അതിൽ ന്യായീകരിച്ചുകൊണ്ടല്ല ഞാൻ ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. എനിക്ക് കണ്ടപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് കാലമായി ഞാൻ ഇങ്ങനത്തെ മീഡിയയിലൊക്കെ പിന്നെ പോസ്റ്റുകളൊക്കെ കാണുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ട് ഒരു വ്യക്തിയാണ് നമ്മുടെ രേണുസുതി. എന്നിട്ടും ഞാൻ തളരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ. പെൺകരുത്ത്.